ഹലോ ഗെയ്സ്, ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോണത് ജഡായി എർത്ത് സെൻറ്റർ ആട്ടോ. അപ്പോൾ ഗെയ്സ്, കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താട്ടോ ജഡായി എർത്ത് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേൾഡ് ലാർജസ്റ്റ് ബേർഡ് സ്റ്റാച്ചു ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞങ്ങൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നടന്നിട്ടാണ് കേട്ടോ വന്നിരുന്നത്. വാഹനത്തിൽ വരുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ ലെഫ്റ്റ് സൈഡിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമുക്ക് ആദ്യം പോകേണ്ടത് ടിക്കറ്റ് കൗണ്ടറിലോട്ടാട്ടോ. ടിക്കറ്റ് കൗണ്ടറിൽ ചെല്ലുമ്പോൾ കുറച്ച് തിരക്കുണ്ട്, കൂടുതലൊന്നുമില്ല, എന്നാലും ക്യൂ നിൽക്കണം. ടിക്കറ്റ് കൗണ്ടറിൽ ചെല്ലുമ്പോഴാണ് അവിടുത്തെ കാര്യങ്ങൾ അറിയണത്. എന്ന് വെച്ചാൽ 500 രൂപയാണ് ഒരാൾക്ക് കേബിൾ കാറിന് പോകാനാണെങ്കിൽ ടോട്ടൽ ടിക്കറ്റ് ഫീ. അതല്ല 250 രൂപ കൊടുത്താൽ 826 സ്റ്റെപ്പ് കയറിയിട്ടും വേണമെങ്കിൽ പോവാട്ടോ. നമ്മൾ കേബിൾ കാറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. താഴെ വാഷ്റൂമും സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി പിന്നെ ടിക്കറ്റ് എടുത്ത് ഇപ്പോൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കേബിൾ കാറിന് പോവുകയാണെങ്കിൽ മുകളിലോട്ട് ഇങ്ങനെ പോകണം. നടക്കാൻ കഴിയില്ലാത്തവർക്കും അതേപോലെ വീൽ ചെയർ ഉള്ളവർക്കും കേബിൾ കാറിൻ്റെ അടുത്തെത്താൻ പോകാൻ സ്പെഷ്യൽ സ്ഥലമുണ്ട്. ഇതിപ്പോൾ നമ്മൾ നടന്ന് പോവുകയാണ് കേട്ടോ. ഇതിലൂടെ പോണ സ്ഥലത്തിലൊക്കെ എല്ലാവരും വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ഇനി കേബിൾ കാറിൻ്റെ ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കാനാണ് ഇവിടെ നിന്നിരിക്കുന്നത്. ഇനി അവിടുന്ന് വീണ്ടും സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തണം. പറയാതിരിക്കാൻ കഴിയില്ല, എല്ലാ ഭാഗവും വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുണ്ട്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈലാട്ടോ. നല്ല ഒരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയർ. കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുത്ത് വരുമ്പോഴേക്ക് അവിടെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. അവർ വെരിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ ടിക്കറ്റൊക്കെ, എന്നിട്ടേ കടത്തി വിടുന്നുള്ളൂ. ഇനി നമുക്ക് കേബിൾ കാറിൻ്റെ അവിടേക്കാണ് എത്തേണ്ടത്. അവിടെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പും കൂടി കയറിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. ഇവിടെയും ക്യൂ സിസ്റ്റം തന്നെയാണ് കേട്ടോ. ഇവിടെ കേബിൾ കാറേ 4 എണ്ണമാണ് വന്നിരിക്കുന്നത്. അതിൽ ഓരോന്നിലും 8 പേര് വീതം കയറുന്നുണ്ട് കേട്ടോ. കണ്ട് തിരിച്ച് വരുന്നവരാട്ടോ ആ സൈഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് ചെറുതായിട്ട് മൂവ് ചെയ്തിട്ട് ഈ സൈഡിൽ വരുമ്പോഴാണ് ഈ സൈഡിലുള്ളൊരു ജഡായിലോട്ട് പോകാനുള്ളവർ കയറേണ്ടത്. കേബിൾ കാറിൽ കയറിയ സമയത്ത് മഴയായിരുന്നു കേട്ടോ. അത് കാരണം തന്നെ പുറത്ത് കാഴ്ചകളൊന്നും വീഡിയോ എടുക്കാൻ കാര്യമായിട്ട് സാധിച്ചില്ല. പക്ഷേ മഴയത്ത് ആകാശത്തിലൂടെയുള്ളൊരു യാത്ര ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തിട്ടോ. ഹെലികോപ്റ്ററിൽ വരുന്ന ജഡായിപ്പാറ കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഹെലിപാഡൊക്കെ ഉണ്ട് കേട്ടോ.
വേൾഡ് ലാർജസ്റ്റ് ബേർഡ് സ്റ്റാറ്റു ആയ ജഡായ സ്റ്റാറ്റുവിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു കേബിൾ കാറിലിരുന്നപ്പോഴും മഴ ഉണ്ടായിരുന്നു, പക്ഷെ അത് എൻജോയ് ചെയ്തു. സ്റ്റാറ്റുവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മഴ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. കാരണം എന്താ വെച്ചാൽ മഴ ഉണ്ട് നടക്കേണ്ട അവസ്ഥയായി. എന്നാലും വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു കാഴ്ചകളെല്ലാം. ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. അത് കാരണം പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അത് കാരണം തന്നെ ഞങ്ങൾ ഏപ്പറിനൊക്കെ താഴെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ മഴ കൊള്ളില്ലാതെ നിവൃത്തിയില്ല. ചിലവരൊക്കെ കുട എടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കുട എടുത്തിട്ടില്ല. ചായക്കട ഉണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ മഴയാണ്, അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഉയരം കൂടുന്തോറും ചായക്ക് രുചി കൂടുമെന്നാണ് അമൻ പറഞ്ഞത്. അങ്ങനെ കുഞ്ഞൂട്ടി അമനും കൂടി ഇതേ ചായ കുടിക്കുന്നു. ഇവിടെ വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത്. എത്രത്തോളം എനിക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരിക്കലെങ്കിലും ഇവിടെ നിന്ന് വന്ന് കാണണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്.
ഇത് ആ സ്റ്റാറ്റുവിൻ്റെ അടിയിലുള്ള ഭാഗമാണ്. അവിടെ എന്തൊക്കെയോ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഇപ്പോൾ അതിൻ്റെ അടിയിലോട്ട് പോകാൻ പെർമിഷൻ ഇല്ല. ടൈം ലിമിറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അവിടെ ആരും ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ തിരിച്ച് കയറണമെന്നൊന്നും പറഞ്ഞു കേട്ടില്ല. ഒരു സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ സീസൺ ടൈമിലൊക്കെ ഒരുപാട് തിരക്കുണ്ടാകുന്ന സമയത്ത് ടൈം ലിമിറ്റ് വെക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ എല്ലാം നന്നായിട്ട് കണ്ടു. തിരിച്ചിറങ്ങുന്ന സമയത്ത് മഴ പോയിട്ടുണ്ട്. അത് കാരണം തന്നെ നന്നായി കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു. തിരിച്ചിറങ്ങുന്ന ടൈമിൽ ഒരു ഫാമിലി ഞങ്ങളുടെ കൂടെ കയറി. അവർ അങ്ങോട്ട് നടന്നിട്ടാണ് കയറിയിരിക്കണതെന്ന് പറഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. തിരിച്ച് കേബിൾ കാറിൽ ഒന്ന് കയറാനുള്ള ആഗ്രഹം കൊണ്ട് കയറിയെന്നും പറഞ്ഞു.